പറഞ്ഞത്, നിങ്ങളോട് ആരെങ്കിലും അള്ളാഹുവിനെ സൃഷ്ടിച്ചതാരാണെന്ന് ചോദിച്ചാൽ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, നിങ്ങൾ ശൈത്താനിൽ ശരണം തേടുക. കാരണം അത്രയും ബുദ്ധിശൂന്യമായൊരു ചോദ്യമാണ്, ഒരു ശൈത്താനിയത്ത് മാത്രമേ അതിലുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യുക. കാരണം സൂറത്തുൽ ഇഖ്ലാസിൽ ആരാണ് അള്ളാഹ് എന്ന് പറയുന്നുണ്ട്. ഒരാളോടും സദൃശ്യനല്ലാത്ത സ്വമേധയാ ഉള്ളവൻക്കാണ് അള്ളാഹ് എന്ന് പറയുള്ളൂ. അള്ളാഹിനെ സൃഷ്ടിച്ച ആരെങ്കിലും ഒരാളുണ്ടെങ്കിൽ നമ്മൾ പിന്നെ അയാളല്ലേ അള്ളാഹ് എന്ന് വിളിക്കുള്ളൂ. അപ്പോൾ ആ ചോദ്യത്തിൻ്റെ അബദ്ധത്ര വലുതാ നോക്കൂ. നമ്മൾ ഇയാൾ ചോദിക്കുകയാണ്, അള്ളാഹു മരിക്കുന്ന തീയതി എന്നാണെന്ന് ചോദിച്ചാൽ എങ്ങനെയൊക്കെയാണ് ഉത്തരം? അള്ളാഹു മരിക്കൂല എന്നത് അതിൻ്റെ ബേസിക് നോളജാണ്, അതിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ അറിവാണ് അള്ളാഹു മരിക്കൂല എന്നുള്ളത്. പിന്നെ അള്ളാഹു മരിക്കുന്ന തീയതി എന്നാണ് ചോദിക്കാൻ പോകണം എന്നതുപോലത്തെ ഒരു ചോദ്യമാണ്. അള്ളാഹിനെ സൃഷ്ടിച്ചത് ആരാന്നുള്ളത്. അള്ളാഹു സൃഷ്ടിക്കപ്പെടാതെ ഉണ്ടാകുന്നവനാണ്, അങ്ങനെ ഉള്ളവനക്കേ അള്ളാഹ് എന്ന് പറയുള്ളൂ എന്നത് അള്ളാഹുവിനെ കുറിച്ചുള്ള വളരെ ഏറ്റവും അടിസ്ഥാനപരമായ അറിവാണ്. എന്നുപോലും അറിയാത്ത ആളുകളാണ് ഇന്ന് ലോകത്തുള്ളത് എന്ന് മനസ്സിലാക്കണം. അതുകൊണ്ട് അള്ളാഹു ഉണ്ട് എന്നൊരാൾ അള്ളാഹുവിനെ കുറിച്ച് വിശ്വസിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അറിവുകളിലൊന്ന്. രണ്ടാമത്തൊരു കാര്യം, അള്ളാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടാവാണ് എന്ന് മനസ്സിലാക്കിയാൽ പോരാ, അള്ളാഹു മാത്രമാണ് സൃഷ്ടാവ് എന്നൊരാൾ മനസ്സിലാക്കണം. അള്ളാഹു മാത്രമേ സൃഷ്ടാവുള്ളൂ. ഈ ലോകത്തെയും ആകാശത്തെയും ഭൂമിയെയും നഭൂലകളെയും താരകങ്ങളെയും താരാപഥങ്ങളെയും ഒക്കെ സൃഷ്ടിച്ചത് അള്ളാഹു മാത്രമാണ്. ഭൂമിയെ സൃഷ്ടിച്ചത് അള്ളയാണ്, ആകാശം സൃഷ്ടിച്ചത് വേറൊരാളാണ്. അല്ലെങ്കിൽ അള്ളാഹു ഇതൊക്കെ സൃഷ്ടിക്കുമ്പോൾ അള്ളാഹുവിന് സഹായി ഉണ്ടായിരുന്നു എന്ന് വിശ്വസിച്ചുകൂടാ. അള്ളാഹുവിന് സഹായി ഉണ്ടായിരുന്നു, അള്ളാഹു ഒറ്റയ്ക്ക് ചെയ്തല്ല, കുറച്ച് വേറെ ആൾക്കാർ ചെയ്താണ് എന്ന് വിശ്വസിക്കാൻ പറ്റും. എല്ലാം അള്ളാഹു മാത്രമാണ് സൃഷ്ടിച്ചത് എന്നൊരാൾ നിർബന്ധമായും വിശ്വസിക്കണം. മൂന്നാമത്തെ കാര്യം, അള്ളാഹുവിന് ഒരുപാട് നാമങ്ങളുണ്ട്, ഗുണവിശേഷണങ്ങളുണ്ട്. ഇതിൽ അള്ളാഹുവിനോട് ആ പേരുകളൊത്തവൻ അള്ളാഹു മാത്രമാണ്. ആ വിശേഷണങ്ങളോട് കിടയൊത്ത മറ്റൊരാളുമില്ല. അങ്ങനെ അള്ളാഹു മാത്രമേ ഉള്ളൂ എന്നൊരാൾ വിശ്വസിക്കണം. അള്ളാഹു കേൾക്കും പോലെ കേൾക്കുന്ന ഒരാളുമില്ല, അള്ളാഹു കാണും പോലെ കാണുന്ന ഒരാളുമില്ല. നമ്മുടെ ഈ പ്രപഞ്ചത്തിൻ്റെ ഈ പ്രകൃതിയുടെ വ്യവസ്ഥകൾക്ക് അതീതമായി കേൾക്കാൻ കഴിയുന്നത് അള്ളാഹ്ക്ക് മാത്രമാണ്. എന്നാൽ ബഗ്ദാദിലുള്ള ഒരാൾ ഞാൻ ഈ പറയുന്നത് കേൾക്കുമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ ഈ പ്രപഞ്ചത്തിൻ്റെ വ്യവസ്ഥകൾക്ക് അതീതമായി അയാൾ കേൾക്കണം. അങ്ങനെ കേൾക്കാൻ അള്ളാഹ്ക്ക് മാത്രമേ കഴിയുള്ളൂ. അല്ലെങ്കിൽ അള്ളാഹുവിനെ പോലെ അള്ളാഹുവിൻ്റെ സിഫത്തുകൾ, അള്ളാഹുവിൻ്റെ വിശേഷണങ്ങൾ, അള്ളാഹുവിൻ്റെ ഗുണങ്ങളൊക്കെ അടങ്ങിയവൻ അള്ളാഹു മാത്രമേ ഉള്ളൂ എന്നൊരാൾ നിർബന്ധമായി വിശ്വസിക്കുക. നാലാമത്തെ കാര്യം, ഇതൊക്കെ അള്ളാഹു മാത്രമേ ഉള്ളെങ്കിൽ ആരാധനയും അള്ളാഹുവിന് മാത്രമേ പാടുള്ളൂ. എല്ലാ ആരാധനാകർമ്മങ്ങൾക്കും അർഹനായവൻ അള്ളാഹു മാത്രം. അതല്ലാത്ത ഒരാളിലേക്കും നിങ്ങളുടെ ആരാധനകൾ നിങ്ങൾ നടത്തിക്കൂടാ എന്നതാണ് ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ ആശയങ്ങളിലൊന്ന്. നോക്കൂ, ഞാൻ മുകളിൽ പറഞ്ഞ 3 കാര്യങ്ങളിൽ വലിയ അഭിപ്രായ ഭിന്നതകളൊന്നും ഉണ്ടാകില്ല. അള്ളാഹുവിനെ സൃഷ്ടിച്ച അള്ളാഹു ഉണ്ടോ ഇല്ലേ എന്ന കാര്യത്തിൽ ലോകത്ത് അഭിപ്രായ ഭിന്നതകൾ ഈ കാലത്താണ് കുറച്ച് കൂടുതലുള്ളത്. മുൻകാലത്ത് ഇസ്ലാമിക കക്ഷികളെടുത്ത് അള്ളാഹു ഉണ്ടോ ഇല്ലേ, അല്ലെങ്കിൽ മറ്റു മതങ്ങളെടുത്ത് നോക്കിയാൽ അള്ളാഹു ഉണ്ടോ ഇല്ലേ എന്ന ചർച്ചയില്ല. അള്ളാഹു ഉണ്ട് എന്ന് എല്ലാവർക്കും അറിയാം. അള്ളാഹു മാത്രമാണ് ലോകത്ത് സൃഷ്ടിച്ചതെന്നറിയാം. അള്ളാഹുവിൻ്റേതായ ഗുണവിശേഷണങ്ങൾ അള്ളാഹുവിന് മാത്രമേ ഉള്ളൂ എന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ പ്രാർത്ഥനയും ആരാധനയും നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാ ആരാധനാ കർമ്മങ്ങളും അള്ളാഹുവിന് മാത്രമേ പാടുള്ളൂ എന്ന കാര്യത്തിൽ വലിയ അഭിപ്രായ ഭിന്നതകൾ എല്ലാ കാലഘട്ടത്തിലും ഉണ്ടായിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്, വഅബ്ദുല്ലാഹ് വലാ തുശ്രികൂ ബിഹി ശൈആ. നിങ്ങൾ അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം, അവനിൽ യാതൊന്നിനെയും നിങ്ങൾ പങ്കു ചേർക്കരുത് എന്ന് ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നു. അള്ളാഹനെ മാത്രം ആരാധിക്കുക എന്നതാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാനപരമായ ആശയവും ആദർശം. എല്ലാ പ്രവാചകന്മാരും ലോകത്തേക്ക് കടന്നു വന്ന ആദ്യം പഠിപ്പിച്ചതും അവസാനം വരെ പറഞ്ഞുകൊണ്ടേയിരുന്നതും ഈ ഒരൊറ്റ ആശയമാണ്, അള്ളാഹനെ മാത്രം ആരാധിക്കുക എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്ന് പറഞ്ഞു കൊടുക്കുന്ന എന്താണ്? ഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഓ മക്കയിലുള്ള ജനങ്ങളെ, ഖുറൈശികളെ, ആശിം വംശക്കാരെ, നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയും. തുഫ്ലിഹു, നിങ്ങൾ വിജയിക്കും. നിങ്ങൾക്ക് പരലോകത്ത് വിജയം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അത് കാംക്ഷിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അള്ളാഹു മാത്രമേ ഇലാഹുള്ളൂ എന്ന് പറയും. ഇലാഹ് എന്ന് പറഞ്ഞാൽ ആരാധ്യൻ എന്നർത്ഥം, അല്ലാതെ ഖാലിഖ് എന്നല്ല. സൃഷ്ടാവ്, അള്ളാഹു മാത്രമേ സൃഷ്ടാവുള്ളൂ എന്ന് പറയുമെന്ന് പറഞ്ഞാൽ അവരൊറ്റടിക്ക് പറയും അള്ളാഹു മാത്രമേ സൃഷ്ടാവുള്ളൂ. അത് മക്കയിലെ മുശ്രിക്കിന് അറിയാം. കാരണം മൻ ഖലഖ സമാവാതി വൽ അർദ്, ആകാശഭൂമികൾ സൃഷ്ടിച്ചതാരാണെന്ന് ചോദിച്ചാൽ യഖൂലുന്നല്ലാഹ്, അവർ പറയും അള്ളാഹു ആണ്. ആകാശഭൂമികൾ സൃഷ്ടിച്ചതാരാണ് എന്ന് മക്കയിലെ മുശ്രിക്കിനോട് ചോദിച്ചാൽ അവർ പറയും അള്ളാഹു മാത്രമാണ്. കാരണം അള്ളാഹു ആണ് ഇതൊക്കെ സൃഷ്ടിച്ചത് എന്ന് ബോധ്യമുള്ളവരാണ് മക്കയിലെ മുശ്രിക്കുകൾ. പക്ഷെ അവരോട് അള്ളാഹു മാത്രമേ ആരാധ്യനുള്ളൂ എന്ന് പറഞ്ഞാൽ അത് അംഗീകരിച്ചു കൊടുക്കൂല. അലിഹാദ ജമാഅത്തന, ഇതിനാ ഒരുമിച്ച് കൂട്ടിയത്. തബ്ബല്ലക യാ മുഹമ്മദ്, മുഹമ്മദ് നിനക്ക് നാശം ഉണ്ടാകട്ടെ, നീ വിജയിക്കൂല മുഹമ്മദേ
എന്ന് പറഞ്ഞ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആക്ഷേപിക്കുന്ന ചിത്രം നമ്മൾ മക്കയിൽ കാണുന്നുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം രോഗമാസന്നമായി മരണമാസന്നമായി കിടക്കുന്ന അവസാനത്തെ നിമിഷങ്ങളിലും പ്രവാചകൻ തൻ്റെ സ്വഹാബത്തിനെ ഇങ്ങനെ ഒരുമിച്ച് കൂട്ടി പ്രവാചകൻ പറയുന്ന വാചകം എന്താ അറിയോ? ഇത്തഖദു ലഅനത്തുല്ലാഹി അലൽ യഹൂദി വൻ നസാറ ഇത്തഖദു ഖുബൂർ അംബിയാഇഹിം മസാജിദ. ജൂത നസ്രാണികൾക്ക് അള്ളാഹുവിൻ്റെ ശാപമുണ്ടാകട്ടെ. അവർ അവരുടെ അമ്പിയാക്കളുടെ ഖബറുകൾ ആരാധനകൾക്ക് വേണ്ടി, നേർച്ചകൾക്ക് വേണ്ടി, വഴിപാടുകൾക്ക് വേണ്ടി അവർ കെട്ടിയുയർത്തിയിരിക്കുന്നു, അതൊരു മസ്ജിദാക്കി മാറ്റിയിരിക്കുന്നു. അവർക്ക് അള്ളാഹുവിൻ്റെ ശാപമുണ്ടാകട്ടെ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. ആരോടാ പറയണത്? സ്വഹാബത്താണ് ചുറ്റുമുള്ളത്. പ്രവാചകൻ്റെ ചുറ്റുഭാഗത്തും സ്വഹാബത്താണ്. പ്രവാചകൻ്റെ അവസാന നിമിഷങ്ങളിലാണ് പറയുന്നത്. ആ രാജ്യം മുഴുവൻ ഇസ്ലാമിലേക്ക് വന്നിട്ടുണ്ട്. എന്നിട്ടും പ്രവാചകൻ അവസാന ഘട്ടത്തിലും തൗഹീദ് തന്നെ അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട ആശയം അതാണ് എന്ന് അവരെ ബോധ്യപ്പെടുത്താൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ശ്രമിക്കുന്ന രംഗങ്ങൾ നമുക്കവിടെ ഹദീസുകളിൽ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുന്നു. നിങ്ങൾ നോക്കൂ, മക്കയിലെ മുശ്രിക്കിൻ്റെ ചരിത്രമൊക്കെ പരിശോധിച്ച് നോക്കിയാൽ അവരെല്ലാ കാലഘട്ടത്തിലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് നിരന്തരം പറഞ്ഞത് ഈ തൗഹീദാണ്. പിന്നെ എന്താണ് ഷിർക്ക് എന്ന് പറഞ്ഞാൽ? കുറേ ആളുകൾക്ക് ഇപ്പോൾ ഷിർക്ക് എന്താണെന്ന് മനസ്സിലായിട്ടില്ല. ഷിർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? അള്ളാഹുവിൻ്റെ റുബൂബിയത്തിലോ ഉലൂഹിയത്തിലോ അസ്മാഉ വസിഫാത്തിലോ ഏതിലെങ്കിലും ഒന്നിൽ അള്ളാഹുവിൽ പങ്കു ചേർത്താൽ അത് ഷിർക്കായി. അങ്ങനെ ഏതെങ്കിലും ഒരു വിശേഷണത്തിലോ അള്ളാഹുവിന് മാത്രമായ ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഒരാൾ അള്ളാഹുവിൽ പങ്കു ചേർത്താൽ അത് ഷിർക്കായി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നുണ്ട്, അയ്യുദ്ദംബി അഅ്ലം യാ റസൂലല്ലാഹ്, നബി ഏറ്റവും വലിയ തെറ്റേതാണ് എന്ന് പറഞ്ഞാൽ ഷിർക്ക് ഏതാണെന്ന് ചോദിക്കണം. ഷിർക്കിനെ കുറിച്ചാണ് ചോദിക്കുന്നത്. പ്രവാചകൻ പറഞ്ഞു കൊടുത്തു, അൻ തജഅല ലില്ലാഹി നിദ്ദാ, അള്ളാഹുവിൽ പങ്കു ചേർക്കലാണ് ഷിർക്ക്. അള്ളാഹുവിൽ ഏതെങ്കിലും ഒരു ഗുണത്തിലോ ഏതെങ്കിലും ഒരു കാര്യത്തിലോ ഒരു വിശ്വാസി പങ്കു ചേർത്താൽ അത് ഷിർക്കാണ്. ഷിർക്ക് സംഭവിച്ചു പോയി കഴിഞ്ഞാൽ, ഒരാൾ ഷിർക്കിലായി മരിച്ചു കഴിഞ്ഞാൽ അയാൾ ആര് പ്രാർത്ഥിച്ചാലും അയാളുടെ പാപങ്ങൾ പൊറുക്കപ്പെടുകയോ അയാൾ സ്വർഗത്തിലേക്ക് പ്രവേശിക്കപ്പെടുകയോ ചെയ്യുകയില്ല. ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. നമ്മൾ വേറെ ഏതെങ്കിലും ഒരു പാപം ചെയ്തിട്ടാണ്, നമ്മൾ വ്യഭിചാരം ചെയ്യുന്നു, പലിശ തിന്നുന്നു, ഒരാൾ കള്ളു കുടിക്കുന്നു, ഇതൊക്കെ ഒരു പക്ഷേ നമ്മൾ മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ നമ്മുടെ സൽക്കർമ്മങ്ങൾ കൊണ്ടോ മറ്റൊരാളുടെ പ്രാർത്ഥനകൾ കൊണ്ടൊക്കെ പൊരുത്തപ്പെടിപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഷിർക്ക് എന്ന പാപം അത് മരിക്കും മുമ്പേ തൗബ ചെയ്ത് തീർക്കണം. ഇല്ലെങ്കിൽ ആ പാപത്തിന് ഒരിക്കലും പാപമോചനം ലഭിക്കുകയില്ല. അത്ര ഗൗരവപ്പെട്ടൊരു തെറ്റ്. ഒരാൾ ഷിർക്കിലായി മരിച്ചുപോയാൽ, അല്ലെങ്കിൽ ഇത്തരം വിശ്വാസത്തിലായി ഒരാൾ മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ പിന്നെ ആരുടെ പ്രാർത്ഥന കിട്ടിയിട്ടും കാര്യമില്ല, അയാൾ നാളെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുകയില്ല. അയാളുടെ പാപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കുകയില്ല. വമൻ യുശ്രിക് ബില്ലാഹ്, ആരെങ്കിലും അല്ലാഹുവിന് പങ്കു ചേർത്താൽ ഫഖദ് ളല്ല ളലാലം മുബീന, ഫഖദ് ളല്ല ളലാലം ബഈദ, അവൾ വളരെയധികം വൈദൂരം, അവർ വഴികേടിലായിരിക്കുന്നു, അവൾ വിദൂരത്തായിരിക്കുന്നു എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പോലും പറയുന്നൊരു വാചകം എന്താണ്? ലഇൻ അശ്റക്ത, നബി അങ്ങയുടെ ജീവിതത്തിലെങ്ങാനും ശിർക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ ലയഹ്ബതന്ന അമലുക്, അങ്ങയുടെ പാപങ്ങൾ പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല മായിച്ചു കളയും. നബിയെ, അങ്ങയുടെ ജീവിതത്തിലെങ്ങാനും ഒരു ശിർക്കിൻ്റെ തരിമ്പുകൾ കടന്നു വന്നാൽ, അങ്ങാണെങ്കിൽ പോലും ലോകത്തിലെ ഏറ്റവും ശ്രേഷ്ഠനായ ഒരു മനുഷ്യനാണെങ്കിൽ പോലും അല്ലാഹു വെറുതെ വിടുകയില്ല. അങ്ങയുടെ നന്മകൾ പോലും നഷ്ടപ്പെട്ടു പോകാൻ മാത്രം ഗൗരവമുള്ള കാര്യമാണ്. വല തകൂനന്ന മിനൽ ഖാസിരീൻ, അങ്ങ് നഷ്ടക്കാരിലാണ് പ്രവാചകരെ, അങ്ങ് നഷ്ടക്കാരിൽ പെട്ടുപോകും എന്ന് വിശുദ്ധ ഖുർആൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് താക്കീത് കൊടുക്കുന്ന വഴികൾ കാണാൻ സാധിക്കും. നിങ്ങൾ നോക്കൂ, ഒരാളിലേക്ക്, ഒരു സമുദായത്തിലേക്ക് ശിർക്ക് വരുന്ന വഴികൾ എന്താണ്? ധാരാളം വഴികളിലൂടെ ശിർക്കുകൾ കടന്നു വരും. സ്നേഹം ഇങ്ങനെ വല്ലാതെ കൂടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഒരു മനുഷ്യനോടുള്ള സ്നേഹം, ഒരു വലിയനോടുള്ള സ്നേഹം, ഒരു പ്രവാചകനോടുള്ള സ്നേഹം ഇങ്ങനെ കൂടി എന്ത് ചെയ്യും? പെട്ടെന്ന് എന്ത് ചെയ്യും? അയാളിങ്ങനെ പൊക്കി അള്ളാഹിലേക്ക് അടുപ്പിക്കും. പിന്നെ അള്ളാഹും അതൊക്കെ ഒരേപോലെയാണെന്നാണ് പറയാൻ തുടങ്ങും. ഈ സ്നേഹം കൂടിയാണ്, വലിയ ഔലിയാക്കളോട് സ്നേഹം കൂടിയാണ്, പ്രവാചകന്മാരുടെ സ്നേഹം ഇങ്ങനെ കൂടി എന്ത് ചെയ്യാണ്? നേരെ അള്ളാഹുലേക്ക് മുട്ടിച്ചു കൊടുക്കുകയാണ്. അല്ലെങ്കിൽ പേടി കൂടുക, പേടി ഇങ്ങനെ ഒരു സാധനത്തോടുള്ള ഭയം ഇങ്ങനെ വല്ലാതെ കൂടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അതിനോടൊരു ഭക്തി വരുന്നു, ആരാധന വരുന്നു. പാമ്പിനൊക്കെ ആരാധിക്കുന്ന ആൾക്കാരെ കണ്ടിട്ടില്ലേ? അല്ലെങ്കിൽ അത്തരം ജീവികൾ ആരാധിക്കുന്ന കണ്ടിട്ടില്ലേ? ശൈത്താന്മാർ ആരാധിക്കുന്ന കണ്ടിട്ടില്ലേ? പേടി വല്ലാതെ കൂടി എന്ത് ചെയ്യും? ആരാധിക്കും. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വല്ലദീന ആമനു അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്, വിശ്വാസികൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുക അള്ളാഹനെ ആയിരിക്കും. എല്ലാത്തിനേക്കാളും ഏറെ സ്നേഹിക്കുന്നത് വിശ്വാസികൾ അള്ളാഹനെ ആയിരിക്കും. ഏറ്റവും കൂടുതൽ വിശ്വാസികൾ പേടിക്കുന്നതും
അള്ളാഹുവിനെ ആയിരിക്കും. ഒരാൾ ഏറ്റവും കൂടുതൽ ഭക്തി കാണിക്കുന്നതും അള്ളാഹുവിനോടായിരിക്കും. ഒരു വിശ്വാസിയുടെ പ്രത്യേകത അവൻ്റെ പേടിയും അവൻ്റെ ഇഷ്ടവും അവൻ്റെ അനുസരണവും ഒക്കെ ഏറ്റവും കൂടുതൽ നിരുപാധികം സംഭവിക്കുക അത് അള്ളാഹുവിനോടായിരിക്കും എന്നത് മനസ്സിലാക്കുക. അതാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാളുടെ സ്നേഹം ഇങ്ങനെ കൂടിക്കൂടി അയാളെ പുകഴ്ത്തി നിങ്ങൾ അമിതമായി ഒരാളെ പ്രശംസിക്കരുത്. ലാ തുത്രൂനി കമാ അത്രത്തിൻ നസാറ ഇബ്ന മറിയം. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ക്രിസ്ത്യാനികൾ ഇങ്ങനെ പുകഴ്ത്തി പറഞ്ഞതുപോലെ നിങ്ങൾ എന്നെ പുകഴ്ത്തി പറയരുത്. ഫഇന്നമാ അന അബ്ദു, ഞാൻ അള്ളാഹുവിൻ്റെ അടിമ മാത്രമാണ്. ഫഖൂലു അബ്ദുല്ലാഹി വറസൂലു, നിങ്ങൾ എന്നെക്കുറിച്ച് അള്ളാഹുവിൻ്റെ അടിമ എന്ന് പറയൂ, അവൻ്റെ ദൂതനാണെന്ന് പറയൂ. നിങ്ങളിങ്ങനെ പുകഴ്ത്തി അള്ളാഹുവിൻ്റെ വിശേഷണങ്ങൾ എനിക്ക് വകവെച്ച് തരരുത്. എനിക്കില്ലാത്ത കാര്യങ്ങൾ എന്നെക്കുറിച്ച് പറയരുത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മറഞ്ഞ കാര്യങ്ങൾ അറിയും. ലോകാവസാനം വരെയുള്ള എല്ലാ കാര്യങ്ങളും നബി അറിയുന്നുണ്ട്. ഞാനിവിടുന്ന് വിളിച്ചാലും നബി കേൾക്കും. എൻ്റെ പ്രശ്നങ്ങൾ നബി കാണുന്നുണ്ട്. എന്നെ സഹായിക്കാൻ നബിക്ക് കഴിയും എന്നൊക്കെ ഒരാളിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുക, അല്ലെങ്കിൽ അങ്ങനെ വിശ്വസിക്കുക. അതാണ് അള്ളാഹുലേക്ക് ഒരാളെങ്ങനെ കൊണ്ടുപോയി വെക്കുക. പ്രവാചകൻ ഇങ്ങനെ പുകഴ്ത്തി അള്ളാഹനെ പോലാക്കുക. ഇത് ശിർക്ക് വരുന്ന വഴികളാണ്. ഒരാളെങ്ങനെ സ്നേഹം ഇങ്ങനെ വല്ലാതെ കൂടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ആ ആരാധന, ആ ഒരു തരം ഇഷ്ടവും സ്നേഹം ഒരു തരം ആരാധനയായി മാറാനുള്ള സാധ്യതകളുണ്ട്. അതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, നിങ്ങൾ എന്നെക്കുറിച്ച് അമിതമായി പ്രശംസിക്കരുത്. ഈസാ നബിയെക്കുറിച്ച് നസ്രാണികൾ പറഞ്ഞതുപോലെ എന്നെക്കുറിച്ച് പറയാൻ പാടില്ല. ഒരു വലിയനെ കുറിച്ച് പറയാൻ പാടില്ല, അല്ലെങ്കിൽ ഏതെങ്കിലും തങ്ങളെക്കുറിച്ച് പറയാൻ പാടില്ല. നമ്മളെക്കുറിച്ചുള്ള നമ്മളെ ഇടയിലുള്ള ഒരാളെക്കുറിച്ച് തന്നെ പറയാൻ പാടില്ല. അയാൾക്കുള്ള സിഫത്തെ അയാളെക്കുറിച്ച് പറയാൻ പാടുള്ളൂ. അയാൾ ഇഷ്ടം കൂടിയിട്ട് ഇങ്ങനെ പൊക്കി ഇല്ലാത്തൊന്നും അയാളെക്കുറിച്ച് പറയാൻ പാടില്ല. ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കല്യാണ വീട്ടിലേക്ക് ഇങ്ങനെ കയറി വരികയാണ്. ആ കല്യാണ വീട്ടിലേക്ക് കയറി വരുന്ന രംഗം കണ്ട് അവിടെയുള്ള കുട്ടികളിങ്ങനെ പാട്ടുപാടി, ഒഫീന നബിയുൻ യഅലമു മാ ഫീ ഗദിൻ, ഞങ്ങളിലൊരു പ്രവാചകനുണ്ട്, നാളെയുടെ കാര്യങ്ങൾ അറിയുന്ന പ്രവാചകനാണ് ഞങ്ങളിലുള്ളത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സമയത്ത് തന്നെ അവരെ തിരുത്തി, ലാ തഖൂലി ഹാകദാ ഫഖൂലി മാ കുൻതി തഖൂലി, നിങ്ങൾ ഇതുവരെ പാടിയത് പാടൂ, അത് നിങ്ങൾ പറയരുത്. കാരണം നാളത്തെ കാര്യം എന്താണെന്ന് ആർക്കറിയുള്ളൂ? അത് അല്ലാഹ്ക്കേ അറിയുള്ളൂ. അതുകൊണ്ട് എന്നെക്കുറിച്ച് നാളെയുടെ കാര്യങ്ങൾ അറിയും, നാളെ എന്ത് സംഭവിക്കുമെന്ന് എനിക്കറിയാം എന്ന് നിങ്ങൾ പറയരുത് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ തിരുത്തുന്നത് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ശിർക്ക് ചേരുന്ന മറ്റൊരു വഴിയാണ് ഖബറുകൾ വല്ലാതെ ഭക്തിപൂർണ്ണമുള്ള ഒരു ആരാധനാ കേന്ദ്രമാക്കി മാറ്റുക. ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അയാളുടെ ബഹുമാനം കാരണത്താൽ അവിടെ പ്രത്യേകം എന്തെങ്കിലും ചെയ്യുക, ഒന്നിങ്ങനെ കെട്ടിപ്പൊക്കി ഉയർത്തി അതിൻ്റെ മേലെ ഇങ്ങനെ പച്ച വിരിയിട്ട് അല്ലെങ്കിൽ അവിടെ ഒരു ആരാധനാ കേന്ദ്രമാക്കി മാറ്റുക. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുന്തു നഹൈതുകും അൻ സിയാറത്തിൽ ഖുബൂരി ഫസൂറുഹാ, നിങ്ങൾക്ക് ആദ്യ കാലഘട്ടത്തിൽ നിങ്ങൾ ഖബറുകളുടെ സന്ദർശിക്കരുത് എന്ന് ഞാൻ പറഞ്ഞിരുന്നു. കാരണം അന്ന് ആ ജാഹിലിയ കാലത്തിൽ ഇതേ പ്രശ്നം ഉണ്ടായിരുന്നു. അവരിൽ ആൾ മരിച്ചു കഴിഞ്ഞാൽ അവരിങ്ങനെ ഖബറുകൾ കെട്ടിയുയർത്തും, അതൊരു ആരാധനാ കേന്ദ്രമാക്കി മാറ്റും. ഇത് കാരണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമായി വരുന്ന ആളുകളോട് പ്രവാചകൻ തിരുത്തി കൊടുക്കുന്നു, നിങ്ങൾ എന്ത് ചെയ്യരുത്? നിങ്ങൾ ഖബറുകൾ സന്ദർശിക്കരുത്, തീരെ സന്ദർശിക്കരുത്. അതെന്തിനാണ്? നിങ്ങൾക്ക് ആ പഴയ ഓർമ്മകൾ വരും, പഴയ ആ ഇഷ്ടവും സ്നേഹവും കടന്നു വരാം, നിങ്ങൾ മെല്ലെ മെല്ലെ ശിർക്കിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ തിരുത്തുകയാണ്. എന്നിട്ട് പ്രവാചകൻ അവസാന കാലഘട്ടത്തിൽ എന്ത് ചെയ്തു? അവർക്ക് അനുവാദം കൊടുത്തു, നിങ്ങൾ ഖബറുകൾ സന്ദർശിക്കൂ. അതെന്തിനാണ്? അവിടെ പോയി അവരോട് പ്രാർത്ഥിക്കാനല്ല. ഫഇന്നഹാ തുസഹിദു ഫിദ്ദുന്യാ, നിങ്ങൾക്ക് ദുനിയാവിനോടൊരു വിരക്തി തോന്നാൻ പടച്ചോനെ ഖബറിൽ കൊണ്ടുപോയി വെക്കണമല്ലോ, ഇതുപോലെ മരിച്ചു കിടക്കുമല്ലോ, ഖബറിലേക്ക് എന്നെ 3 കഫം പുടവയിൽ പൊതിഞ്ഞെടുത്ത് 6 അടി മണ്ണിലേക്ക് വെക്കുമല്ലോ എന്നാൽ ഖബർ കാണുമ്പോൾ ഓർമ്മ വരും, ഒരു മയ്യത്ത് കാണുമ്പോൾ ഓർമ്മ വരും, മീസാൻ കല്ലും പള്ളിക്കാടിൻ്റെ ചെടികളും കാണുമ്പോൾ ഒരാൾക്ക് ഓർമ്മ വരും. ആ ഓർമ്മ കിട്ടാനാണ് നിങ്ങൾ ഖബറുകൾ സന്ദർശിക്കേണ്ടത്. വ തുദക്കിറുൽ ആഖിറ, പരലോകം നിങ്ങളെ ഓർമ്മിപ്പിക്കാനാണ് നിങ്ങൾ ഖബറുകൾ സന്ദർശിക്കേണ്ടത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. പ്രവാചകൻ അവസാന നിമിഷം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വളരെ ഗൗരവത്തോടുകൂടി അവിടെയുള്ള ആളുകളെ താക്കീത് ചെയ്യുകയും അവർക്ക് ശാപത്തിൻ്റെ പ്രാർത്ഥനകൾ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തുന്നതും ഹദീസിൽ കാണാൻ സാധിക്കും. അവർക്ക് നാശമുണ്ടാകട്ടെ, അവർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ശാപമുണ്ടാകട്ടെ എന്നൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുന്നു. മക്കം ഫത്തഹിൻ്റെ അന്ന് മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു അടുത്ത് വിളിച്ചിട്ട് പ്രവാചകൻ കൊടുക്കുന്ന വളരെ വിലപ്പെട്ടൊരു ഉപദേശമുണ്ട്. ലാ തദഅന്ന ഖബറൻ മുശ്രിഫൻ ഇല്ലാ സവൈതുഹു, ഇവിടെ പൊന്തി നിൽക്കുന്ന ഒരു ഖബറും നീ നിരപ്പാക്കാതെ വിടരുത്. ആരോടാ പറയാണ്? അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുക്കുകയാണ്. ഈ മക്കയിലും മദീനയിലും ജസീറത്തുൽ അറബിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ ഉയർന്നു നിൽക്കുന്ന ബിംബങ്ങൾ കാണാം, ഉയർന്നു നിൽക്കുന്ന ഖബറുകൾ കാണാം. ആ ഖബറുകളൊന്നും തട്ടി നിരപ്പാക്കാതെ നീ വിടരുത് അലി എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അലിയാരെ ബോധ്യപ്പെടുത്തുകയും അവിടുന്ന് കൽപ്പിക്കുകയും ചെയ്യുന്നത് കാണാൻ സാധിക്കും. അതുകൊണ്ട് പൊന്തി നിൽക്കുന്ന ഖബറുകൾ അത് ശിർക്കിൻ്റെ പ്രതീകങ്ങളാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ പഠിപ്പിക്കുകയാണ്. അതാണ് പ്രവാചകൻ പ്രാർത്ഥിക്കുന്നത്, അല്ലാഹുമ്മ ലാ തജഅൽ ഖബരി വസനൻ യുഅബദ്,
അള്ളാഹുവെ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഖബറുകൾ ആരാധിക്കപ്പെടുന്ന ഒരു ആരാധനാ കേന്ദ്രമാക്കി മാറ്റുന്ന ഒരവസ്ഥയുണ്ടാക്കല്ല, അതിനെ കെട്ടിയുയർത്തി ഒരു ആരാധനാ കേന്ദ്രമായി അതിനെ മാറ്റല്ല എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് പ്രവാചകൻ പ്രാർത്ഥിക്കുന്നത് നമുക്ക് ഹദീസുകളിൽ വായിക്കാൻ സാധിക്കും. പ്രധാനമായും ഒരാളുള്ള സ്നേഹം വർദ്ധിച്ച് അയാളങ്ങനെ അമിതമായി ഉയർത്തി പൊക്കി പറഞ്ഞ് അയാളെന്തേ അള്ളാഹുലേക്ക് സാമ്യപ്പെടുത്തി ഒരു ആരാധന കടന്നു വരിക, ഒരു ശിർക്ക് കടന്നു വരിക. അതേപോലെ തന്നെ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ഖബറുകളിൽ നടത്തുന്ന ആരാധനാകർമ്മങ്ങൾ അത് കുറച്ചുകൂടെ എന്ത് ചെയ്യുക, അയാളുള്ളൊരു ബഹുമാനം കാലത്താൽ അത് കെട്ടി ഉയർത്തിയതൊരു നേർച്ച പോലെ അല്ലെങ്കിൽ ഉത്സവം പോലെയൊക്കെ എന്ത് ചെയ്യുക, അത് കഴിച്ചു കൂട്ടുക. ഇതൊക്കെ എന്ത് ചെയ്യും, ശിർക്ക് വരാനുള്ള കാരണങ്ങളാണ്, അല്ലെങ്കിൽ ശിർക്ക് വരുന്ന വഴികൾ ഇതാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് ഇത്തരം ശിർക്കിൻ്റെ വഴികളിൽ നിന്നൊരാൾ മാറി നിൽക്കാൻ സാധിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള ധാരാളം ശിർക്കുകൾ, ഞാൻ ഈ പറഞ്ഞതുപോലെ ഖബറുകൾ കെട്ടി ഉയർത്തി അവിടെ പോയി പ്രാർത്ഥിക്കുക, അവിടെ പോയി നേർച്ചകൾ നടത്തുക, അവിടെ പോയി ആരാധിക്കുക, മരണപ്പെട്ടു പോയ വ്യക്തികളോട് പ്രാർത്ഥിക്കുക, ഇങ്ങനെ ശിർക്കിൻ്റെ ധാരാളം ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ സഹോദരങ്ങളെ, ചെറിയ ശിർക്കുകൾ എന്ന് പറയുന്നൊരു ഇനമുണ്ട്. ഒരു പക്ഷേ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മളിലും വരാൻ സാധ്യതയുള്ള ഇനം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് നിങ്ങൾക്ക് ശിർക്കിൻ്റെ കാര്യങ്ങളാണ് എന്ന് പ്രവാചകൻ പറയുന്നുണ്ട്. ഒരു ചെറിയ ശിർക്ക് ഒരു പക്ഷേ നമ്മളിലും വരാൻ സാധ്യതയുള്ള ചെറിയ ശിർക്കുകളെക്കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തുന്ന ഹദീസിൽ കാണാൻ സാധിക്കും. ഒരിക്കൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന അഖ്വഫ മാ അഖാഫു അലൈക്കും അശ്ശിർക്കുൽ അസ്ഗർ. നിങ്ങളിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് ചെറിയ ശിർക്കുകൾ നിങ്ങൾക്ക് സംഭവിച്ചു പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. ചെറിയ ശിർക്കുകൾ സംഭവിച്ചു പോകാനുള്ള സാധ്യതകളുണ്ട്, അത് ഞാൻ നിങ്ങൾക്ക് ഭയപ്പെടുന്നു എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. ഉടനെ സ്വഹാബത്ത് ചോദിക്കുന്നു, നബി എന്താണ് ഈ ചെറിയ ശിർക്ക്? പ്രവാചകൻ പറഞ്ഞു, അരിയ, നിങ്ങൾക്ക് ലോകമാന്യത തോന്നുക. നിങ്ങളൊരു കാര്യം ചെയ്യുമ്പോൾ ആളുകൾ എന്നെക്കുറിച്ച് നല്ലത് പറയുന്നു എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും പറയാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു കർമ്മം ചെയ്യുക. മദീനത്തെ പള്ളിയിലിരുന്നിട്ട് മസീഹുദ് ദജ്ജാലിനെ കുറിച്ച് ഇങ്ങനെ സ്വഹാബത്ത് ചർച്ച ചെയ്യണം. ഈ സമയത്താണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സദസ്സിലേക്ക് കയറി വരുന്നത്. പ്രവാചകൻ പറഞ്ഞു, വനഹ്നു നതദാക്കറുൽ മസീഹുദ് ദജ്ജാൽ. സ്വഹാബത്ത് പറഞ്ഞു, ഞങ്ങൾ മസീഹുദ് ദജ്ജാലിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പ്രവാചകൻ അവരോട് പറഞ്ഞു, അലാ ഉഖ്ബിറുക്കും ബിമാ ഹുവ അഖ്വഫു അലൈക്കും മിനൽ മസീഹുദ് ദജ്ജാൽ. മസീഹുദ് ദജ്ജാലിനേക്കാളും ഞാൻ നിങ്ങൾക്ക് ഭയപ്പെടുന്നൊരു കാര്യം പറഞ്ഞു തരട്ടെ. മസീഹുദ് ദജ്ജാലിനേക്കാളും നിങ്ങൾക്ക് ഭയാനകരമായൊരു കാര്യം നിങ്ങൾക്കുണ്ടാകുമെന്ന് ഞാൻ ഭയപ്പെടുന്നു, അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്ത് ചോദിക്കുന്നത്, എന്താണ് നബിയെ? പ്രവാചകൻ പറഞ്ഞ അശ്ശിർക്കുൽ ഖഫി, നിങ്ങൾക്ക് ഗോപ്യമായ ശിർക്കുകൾ കടന്നു വരിക. എന്നിട്ട് എന്താണ് ഗോപ്യമായ ശിർക്ക്? ഒരാൾക്ക് റിയാവ് വരികയാണ്. പ്രവാചകൻ്റെ ഉദാഹരണം പറഞ്ഞു കൊടുത്തു. യഖൂമ റജുലു യുസല്ലി, ഒരു മനുഷ്യൻ നിസ്കരിക്കണം. ഫയുസയ്യിനു സലാത്തുഹു ലിമാ യറാ മിൻ നദരി റജുലിൻ, അയാളുടെ നിസ്കാരം മറ്റൊരാൾ ശ്രദ്ധിക്കുന്നു എന്നറിയുമ്പോൾ അയാൾ നിസ്കാരം ഭംഗിയാക്കാൻ ശ്രമിക്കുക. ഞങ്ങൾ ഒറ്റയ്ക്ക് നിസ്കരിക്കാമെന്ന് വിചാരിച്ചോളി. അപ്പോൾ വേറെ രണ്ടാൾക്കാരുടെ നിസ്കാരം ഇങ്ങനെ ശ്രദ്ധിക്കുന്നതെന്ന് അറിയുമ്പോൾ ഞാൻ കുറച്ചും കൂടി ഭക്തി കൂട്ടുക, ആ നിസ്കാരത്തിൽ കുറച്ചും കൂടി സാവകാശമാക്കുക, കുറച്ചും കൂടി ആരാധന ഭംഗിയായി നിർവഹിക്കുക. മെല്ലെ മെല്ലെ ദിക്റുകൾ ഇങ്ങനെ ചൊല്ലി സാവകാശത്തിൽ എന്നൊരാൾ ശ്രദ്ധിക്കുന്നുണ്ട് എന്നറിയുമ്പോൾ അതിനനുസരിച്ച് ഞാൻ ഭംഗിയാക്കാൻ ശ്രമിക്കുക. നഊദു ബില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാക്കട്ടെ. ഒരാൾ ഒരു ആരാധന നിർവഹിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആരെങ്കിലും ഒന്ന് ശ്രദ്ധിക്കുന്നു എന്നറിയുമ്പോൾ അതിനനുസരിച്ച് എന്ത് ചെയ്യുക, അയാൾ ആ ഭംഗി വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുക. മഹാനായ സുഫിയാൻ സൗരി റഹിമുള്ള പറയുന്നുണ്ട്, ഞാൻ ഏറ്റവും കൂടുതൽ പ്രയാസപ്പെട്ടത് മാ അജൽതു ശൈഅൻ മിൻ നിയ്യ, നിയ്യത്തിനേക്കാളും ഞാൻ പ്രയാസപ്പെട്ട ഒന്നുമില്ല. എൻ്റെ നിയ്യത്ത് എത്ര ശരിയാക്കിയാലും മെല്ലെ മെല്ലെ തരിമ്പിൻ്റെ ഒരു മറ്റൊരാൾ കാണുന്നുണ്ടല്ലോ, ഒരാളുടെ പ്രശംസ കിട്ടാനുള്ള ചെറിയ ചിന്തകൾ നമ്മുടെ ഹൃദയത്തിലേക്ക് കൊണ്ടുവരും. ഒരു സ്വതക്ക് കൊടുക്കുമ്പോൾ ആരെങ്കിലും ശ്രദ്ധിച്ചാൽ ഞാൻ സ്വതക്ക് കൊടുക്കുന്ന ആളാണ് എന്നെക്കുറിച്ച് ഇപ്പോൾ അയാൾ വിചാരിച്ചിട്ടുണ്ടാവുമല്ലോ എന്നൊരു തോന്നലുണ്ടാവുക. അല്ലെങ്കിൽ ഞാനിങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെ പ്രാർത്ഥിച്ചോളൂ, വളരെ നിഷ്കളങ്കമായി തുടങ്ങിയൊരു പ്രാർത്ഥനയ്ക്കാരം. പക്ഷേ ആ പ്രാർത്ഥനയുടെ മധ്യത്തിലായിരിക്കും ഒരാൾ ഇങ്ങനെ നമ്മളെ സദസ്സിലേക്ക് കയറി വരുമ്പോഴേക്കാരം നമ്മൾ ആ പ്രാർത്ഥിക്കുന്നതും ദിക്ർ ചെല്ലുന്നതും ഖുർആൻ പാരായണം ചെയ്യുന്ന അയാളിങ്ങനെ കാണുന്നത്. അപ്പോൾ നമ്മളെ മനസ്സിലേക്ക് ശൈത്താൻ ഉടനെ ചിന്തട്ടിരും, അപ്പോൾ വന്നൊരാൾ എന്നെക്കുറിച്ച് ഇപ്പോൾ നല്ല വിചാരിച്ചിട്ടുണ്ടാവും, ഞാൻ നല്ല ആരാധന നിർവഹിക്കുന്ന ഒരാളാണ്, ഞാൻ ഇസ്ലാമിൽ കുറച്ച് ഭക്തിയുള്ള ഒരാളാണ്, ശ്രദ്ധിക്കുന്നു എന്നൊരു ചിന്ത എൻ്റെ ഹൃദയത്തിലേക്ക് ഉടനെ കൊണ്ടുവരിക. ഇതാണ് റിയാ, ലോകമാന്യത. അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, അയാൾ നല്ല ദാനധർമ്മം കൊടുക്കുന്ന ആളാണ്, നല്ല സ്വതക്ക് കൊടുക്കുന്ന ആളാണ്, നല്ല സഹായിക്കുന്ന ഒരാളെന്ന് പറയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ആളുകൾ കാണുന്ന രൂപത്തിൽ എന്ത് ചെയ്യുക, സ്വതക്ക് കൊടുക്കുക. അല്ലെങ്കിൽ ആളുകൾ കാണുന്ന രൂപത്തിൽ എന്ത് ചെയ്യുക, നിസ്കരിക്കുക, അല്ലെങ്കിൽ മറ്റ് ആരാധനാക്രമങ്ങൾ നിർവഹിക്കുക. ഇത് റിയാ ആണ്, ഇത് ചെറിയ ശിർക്കാണ്. ഇതാണ് നിങ്ങളിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അതുകൊണ്ട് ഇസ്ലാമിൻ്റെ എല്ലാ കാര്യങ്ങളും വളരെ രഹസ്യമായി പ്രവാചകൻ ചെയ്യാൻ പറയുന്നു. ഫർദ് നമസ്കാരം ജമാഅത്തായി നിസ്കരിക്കണം. അപ്പോൾ സുന്നത്തോടെ നിസ്കരിക്കണ്ടേ? സുന്നത്ത് ഏറ്റവും നല്ലത് ഒരാൾ വീട്ടിൽ നിസ്കരിച്ച് വരിക. നിസ്കാരം കഴിഞ്ഞാൽ ഒരാൾ വീട്ടിലേക്കാണ് പോകുന്നതെങ്കിൽ വീട്ടിൽ പോയി നിസ്കരിക്കുക. ആ സുന്നത്ത് ഏറ്റവും നല്ല വീട്ടിൽ നിസ്കരിക്കലാണ്. കാരണം ആരും കാണാതെ സ്വകാര്യമായി അവിടെ ഏറ്റവും നല്ല ഇഖ്ലാസോട് നിസ്കരിക്കാൻ പറ്റും.
ഒരാൾ സ്വതക്ക് കൊടുക്കുകയാണെങ്കിൽ ഒരു വലത് കൈ കൊടുക്കുന്ന ഇടത് കൈ പോലും അറിയാതെ അത്രയും രഹസ്യമായി സ്വതക്ക് കൊടുക്കുക. കാരണം അയാളുടെ ഇഖ്ലാസ് നിലനിർത്താൻ കഴിയും. അതിനുവേണ്ടിയാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, നിങ്ങൾ ഏറ്റവും കൂടുതൽ രഹസ്യമായി കൊടുക്കുന്ന നന്മകൾക്ക് കൂടുതൽ പ്രതിഫലം കിട്ടും. കാരണം ആരെങ്കിലും കാണുമ്പോഴാണ് നമുക്ക് ഈ ചിന്ത വരിക. പക്ഷേ രഹസ്യമായി കൊടുക്കുമ്പോഴും ഈ ചിന്ത വരാതിരിക്കാൻ ശ്രദ്ധിക്കണം. വളരെ രഹസ്യമായി കൊടുത്തേക്കണം. നമ്മൾ വളരെ രഹസ്യമായി ആരും കാണാതെ ഇങ്ങനെ അയാളുടെ കയ്യിൽ പോയി സ്വതക്ക് കൊടുത്ത് തിരിച്ചു പോരുമ്പോൾ ഉടനെ ശൈത്താൻ അടുത്തൊരു ചിന്തട്ടിരും. ഇപ്പോൾ വാങ്ങിയ ഒരാളുണ്ടാവും, നമ്മളെ സ്വതക്ക വാങ്ങിയ ഒരാൾ, അയാൾക്ക് എന്നെ കുറിച്ച് ഒന്നുണ്ടാവും, ഞാൻ വളരെ രഹസ്യമായി കൊടുക്കുന്ന ഒരാളാണ് എന്നൊരു തോന്നൽ നമ്മുടെ ഹൃദയത്തിലേക്ക് കൊണ്ടുവരിക. എന്ന് പറഞ്ഞാൽ ആ തരിമ്പ് പോലും, ഒരു ശിർക്കിൻ്റെ ലാഞ്ചന പോലും നമ്മുടെ ഹൃദയത്തിൽ വരാതിരിക്കാൻ, ഒരു നന്മ ചെയ്യുമ്പോൾ ഇല്ലാതിരിക്കാൻ ഒരു വിശ്വാസി ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. കാരണം ഇതിങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ഞാൻ ചെയ്യുന്ന നന്മകളാകട്ടെ ഒന്നുപോലും ഒരാളുടെ പ്രശംസയോ ഒരാളുടെ ആഗ്രഹമോ അങ്ങനെ എന്തെങ്കിലും ചിന്ത വന്നാൽ ഉടനെ തിരുത്തുക, ഉടനെ നീയത്ത് ശരിയാക്കുക. ദഅവത്ത് ചെയ്യുമ്പോൾ ആരുടെ പക തീർക്കാൻ വേണ്ടി, ദഅവത്ത് എന്ന് പറഞ്ഞാൽ പൂർണ്ണമായി ഇഖ്ലാസോട് ചെയ്യേണ്ട കാര്യമാണ്. റിപ്പോർട്ട് കൊടുക്കാൻ വേണ്ടി ദഅവത്ത് ചെയ്യരുത്, അല്ലെങ്കിൽ ആരുടെ പക തീർക്കാൻ വേണ്ടി ദഅവത്ത് ചെയ്യരുത്, ദേഷ്യം തീർക്കാൻ വേണ്ടി ദഅവത്ത് ചെയ്യരുത്. ഒരു പോസ്റ്റർ ഒട്ടിക്കണം, ഒരു ചുമരിൽ ഒരു പോസ്റ്റർ ഒട്ടിച്ചു, അപ്പോൾ വേറൊരു സംഘടനയുടെ പോസ്റ്റർ അപ്പുറത്തുണ്ടെങ്കിൽ അവനോട് ദേഷ്യം തീർക്കാൻ 4 പോസ്റ്റർ ചുറ്റും ഒട്ടിക്കുക. അത് ദഅവത്തല്ല, അത് ദഅവത്തല്ല. അല്ലെങ്കിൽ വേറെ സംഘടനകൾ, വേറെ ആൾക്കാർ, വേറെ സംഘടനയിൽപ്പെട്ട ആൾക്കാരൊന്ന് കാണാൻ വേണ്ടി, ഓരോന്ന് ചൊടിപ്പിക്കാൻ വേണ്ടി വലിയ ബാനർ പോലെ മുന്നിലോട്ട് കെട്ടി കൊടുക്കുക. ഒന്നുമില്ല, ദഅവത്തല്ല ഉദ്ദേശം, ഓരോ ദേഷ്യം പിടിപ്പിക്കുക, അത്രേ ഉള്ളൂ. അത് ദഅവത്തല്ല. ദഅവത്ത് എന്ന് പറഞ്ഞാൽ പകപോക്കലല്ല, ആരോടും ദേഷ്യം തീർക്കലല്ല, അത് പൂർണ്ണമായി ഇഖ്ലാസോടുകൂടി നിർവഹിക്കണമെന്ന ആരാധനയാണ് ദഅവത്ത് എന്ന് പറഞ്ഞാൽ. അത് ഏത് ആരാധനാ കർമ്മം നിർവഹിക്കുമ്പോഴും ആ ഇഖ്ലാസ് കാത്തു സൂക്ഷിക്കാൻ വിശ്വാസികൾ ശ്രദ്ധിക്കണം എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. മഹാന്മാരായ പണ്ഡിതന്മാർ അവരുടെ ജീവിതത്തിൽ അത് വളരെയധികം ഗൗരവത്തിൽ നമ്മെ ഓർമ്മപ്പെടുത്തി കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ നാടുകളിലൊക്കെയുള്ള ഒരു ചെറിയ ശിർക്കാണ് കയ്യിൽ ഏലസ് കെട്ടുക എന്നുള്ളത്. ഏലസ് കെട്ടും. ഇപ്പോൾ ഏലസ് കെട്ടിക്കഴിഞ്ഞാൽ, ഉറുക്ക് കെട്ടിക്കഴിഞ്ഞാൽ പിന്നെന്ത് ചെയ്യും, വലിയ പ്രയാസങ്ങളൊക്കെ നീങ്ങിക്കിട്ടും. ഇതാണല്ലോ വിശ്വാസം. ഈ ഏലസാണ് കെട്ടുന്നതോടുകൂടി എന്ത് ചെയ്യും, വാഹനമൊക്കെ പുതിയ വാഹനം എടുത്തു കഴിഞ്ഞാൽ ഒരു നൂല് കെട്ടും, ഒരു പച്ച തുണിയിൽ ഒരു രൂപയോ 2 രൂപയൊക്കെ കോയിൻ വെച്ച് മന്ത്രിച്ചോതി അതിൻ്റെ മുന്നിൽ കെട്ടിയിടും. അപ്പോൾ ഇതേറ്റിഞ്ഞ് പോയി കഴിഞ്ഞാൽ പ്രയാസമൊന്നും ഉണ്ടാവില്ല, ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല എന്നാണ് സാധുക്കൾ വിചാരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഏലസ് കെട്ടുക, ഉറുക്ക് കെട്ടുക, അതിൽ അവലംബിക്കുക, അതിൽ ബരമേൽപ്പിക്കുക. അള്ളാഹുവിന് ബരമേൽപ്പിക്കേണ്ടത് പകരം ഈ ഉറുക്കുകളിലും നൂലുകളിലും എന്ത് ചെയ്യുക, ബരമേൽപ്പിക്കുക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന റുഖാ വത്തമാഇമ വത്തിവലത്ത ശിർക്കുൻ. ഈ ഉറുക്കും നേലസും ചരടുമെല്ലാം ഷിർക്കിൻ്റെ പ്രതീകങ്ങളാണ്, അതെല്ലാം ഷിർക്കാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. ഒരിക്കൽ പ്രവാചകൻ്റെ അടുക്കിലേക്ക് ഒരു സംഘം ആളുകൾ വന്നു. അങ്ങനെ ഓരോരുത്തർ പ്രവാചകന് കൈ കൊടുത്ത് ഇങ്ങനെ ബൈഅത്ത് ചെയ്യണം. പ്രവാചകൻ എല്ലാവർക്കും ഇങ്ങനെ കൈ കൊടുത്തു. 10ാമത്തെ ആളെ കണ്ടപ്പോൾ പ്രവാചകൻ കൈയ്യന് വലിച്ചു. അപ്പോൾ കൂടുതലുള്ള ആളുകൾ ചോദിച്ചു, നബി നിങ്ങൾ 9 പേർക്ക് കൈ കൊടുത്തല്ലോ, 10ാമത്തെ ആളെ കണ്ടപ്പോൾ എന്തേ നബി കൈ വലിച്ചത്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന അലൈഹി തമീമ, അയാളുടെ കയ്യിൽ ഉറുക്ക് കെട്ടിയിട്ടുണ്ട്, അയാൾ ഏലസ് കെട്ടിയിട്ടുണ്ട്. മൻ അല്ലക തമീമതൻ ഫഖദ് അശ്റക, ആരെങ്കിലും ഏലസ് കെട്ടിയാൽ അവൻ ശിർക്ക് ചെയ്തിരിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. ചില ആളുകൾ കയ്യമ്മ കെട്ടും, കാണണ്ടെന്ന് വിചാരിച്ച് ഊരമ്മ കെട്ടുന്ന ആൾക്കാരുണ്ട്. പുറത്തുള്ള കണ്ടഞ്ഞ ആൾക്കാർ എന്തെങ്കിലും പറയുമെന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്യുക, കുട്ടിയാൾക്ക് ഊരമ്മ കെട്ടി കൊടുക്കും, അല്ലെങ്കിൽ അയാൾ ഊരമ്മ കെട്ടും. ഇത് പുറത്ത് കാണാനും വയ്യ, എന്നാൽ പിന്നെ ആ വിശ്വാസത്തിന് പൂർണ്ണ പോയിട്ടുമില്ല. ഇപ്പോഴും അതിൽ വിശ്വസിക്കുന്ന ധാരാളം ആളുകളാണ്. ഇപ്പോഴും അതൊക്കെയാണ് നമ്മളെ സംരക്ഷിക്കുന്നത് എന്ന് വിചാരിക്കുന്ന ഒരുപാട് മനുഷ്യരെ നമുക്ക് കാണാൻ സാധിക്കും. ഈ ഉറുക്കും നേലസും കെട്ടിയാലേ മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ എന്നവർ വിചാരിക്കുന്നു. അതിനെ വളരെ ഗൗരവത്തിലാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എതിർക്കുകയും നമ്മളെ ബോധ്യപ്പെടുത്തുകയും ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ മറ്റൊരു വിശ്വാസമാണ് ശകുനങ്ങളിൽ വിശ്വസിക്കുക, ശകുനപ്പിഴകളിൽ വിശ്വസിക്കുക. ഏതെങ്കിലും ദിവസത്തിന് പ്രശ്നമുണ്ട്, ചൊവ്വാഴ്ചക്ക് പ്രശ്നമുണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ ചൊവ്വാഴ്ച ഒന്നും ചെയ്യാൻ പാടില്ല, അതൊരു ശകുനമുള്ള ദിവസമാണ്. അന്നൊരു നല്ല കാര്യം, അന്ന് ഗൾഫ് പോകാൻ പാടില്ല, അന്ന് കല്യാണം കഴിക്കാൻ പാടില്ല, അന്ന് വീട് കൂടിയിരിക്കാൻ പാടില്ല, അന്നൊരു കട തുടങ്ങാൻ പാടില്ല, അന്ന് ഒരു നല്ല കാര്യം ചെയ്യാൻ പാടില്ല, കാരണം അതൊരു ശകുനമുള്ള ദിവസമാണ് എന്ന് വിചാരിക്കുന്ന കുറേ ആളുകളുണ്ട്. അതേപോലെ തന്നെ മറ്റേതെങ്കിലും കാര്യത്തിന് ശകുനുണ്ടെന്ന് വിചാരിക്കുക. ഒരു മകളെ കെട്ടിച്ചു കൊടുന്നു, ഇങ്ങോട്ട് കെട്ടി കൊടുന്നു. അപ്പോൾ ആ മകൾ വന്നതിന് ശേഷം എന്തെങ്കിലും പ്രയാസം വീട്ടിലുണ്ടായി, കുറച്ച് ആൾക്കാർ രോഗം വന്നു, കുറച്ച് ആൾക്കാർ മരണപ്പെട്ടു, അല്ലെങ്കിൽ വീടിന് എന്തെങ്കിലും പ്രയാസം ഉണ്ടായി വിചാരിക്കുക, ഈ മകൾ ഒരു ശകുനമാണ്, ഈ മരുമകൾ ഒരു ശകുനമാണ്, ഇവൾ വന്നതിന് ശേഷം ഒക്കെ പ്രശ്നം ഉണ്ടായത്, എല്ലാ പ്രശ്നങ്ങളും വന്നതിന് ശേഷം എന്ന് വിചാരിക്കുക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത്തീറത്തു ശിർക്കുൻ, അത്തീറത്തു ശിർക്കുൻ, അത്തീറത്തു ശിർക്കുൻ. ശകുനം നോക്കൽ ശിർക്കാണ്, ശകുനം നോക്കൽ ശിർക്കാണ് എന്ന് പ്രവാചകൻ 3 തവണ ആവർത്തിച്ചു പറഞ്ഞത് ഹദീസിൽ കാണാൻ സാധിക്കും. കാരണം ജാഹിലിയത്തിലുണ്ടായിരുന്നൊരു സ്വഭാവമാണിത്. അവരെന്ത് ചെയ്യുന്നത് വെച്ചാൽ, അവർ ഒരു യാത്ര പോകുകയാണെങ്കിൽ വളരെ ദൂരത്ത് ഇദ്ഹബ് എന്ന് എഴുതി വെക്കും, വേറെ സൈഡിൽ ലാ തദ്ഹബ് എന്ന് എഴുതി വെക്കും. ഇവരിങ്ങനെ അമ്പ് ചെയ്യും, അത്ര അമ്പ് ചെയ്തിട്ട് അത് ഇദ്ഹബ് എന്നതിൻ്റെ അടുത്താണ് പോയി വെക്കുന്നതെങ്കിൽ, ഇദ്ഹബ് എന്ന് പോവുക,
ലാ തദ്ഹബ് പറഞ്ഞാൽ പോകരുതെന്നാണ്. അപ്പോൾ ഒരു അമ്പ് ചെയ്തിട്ട് ഈ അമ്പ് എവിടേക്കാണ് പോയി വീകുന്നു നോക്കും. അപ്പോൾ ഇദ്ഹബ് എന്നതിലേക്ക് അടുത്താണെങ്കിൽ അവർക്ക് ആ യാത്ര പോകാം. അല്ലെങ്കിൽ ലാ തദ്ഹബ് എന്നാണ് പോയി വീകുന്നതെങ്കിൽ അവർക്ക് ആ യാത്ര പോകാൻ പാടില്ല, എന്തോ പ്രശ്നമുണ്ട് എന്ന് വിചാരിക്കുക. നമ്മൾ യാത്ര പോകുമ്പോൾ ഒരു പൂച്ചയെ കണ്ടാൽ, ഒരു കറുത്ത പൂച്ചയെ കണ്ടാൽ ആ യാത്ര ചെയ്യാൻ പാടില്ല, എന്തോ പ്രശ്നമുണ്ടെന്ന് വിചാരിക്കുക. നേരെ സെയിം വിശ്വാസമാണ്. ജാഹിലിയത്തിലുണ്ടായിരുന്ന മറ്റൊരു വിശ്വാസമാണ്. അവർ യാത്ര പോകുമ്പോൾ എന്താ വെച്ചാൽ അവർ കിളി പാറുന്നത്, പക്ഷികൾ പാറുന്നത് എങ്ങനെ നോക്കും. പക്ഷികളോട് പറത്തിയിട്ട് അതിങ്ങനെ പാർന്നു നോക്കും. അത് വലതുഭാഗത്തേക്കാണ് പാറിപ്പോയതെങ്കിൽ ആ യാത്ര സേഫാണ്, ഒരു പ്രശ്നമില്ല, അവർക്ക് യാത്ര പോകാം. അത് ഇടതുഭാഗത്തേക്കാണ് പാറിപ്പോയതെങ്കിൽ ആ യാത്രയിൽ എന്തോ പ്രശ്നം ഉണ്ടാകും. ഒറ്റമൈനയെ കണ്ടാൽ പിന്നെ യാത്ര ചെയ്യാൻ പാടില്ല എന്ന് വിചാരിക്കുന്നില്ല. ഒറ്റമൈനയെ കണ്ടാൽ യാത്ര ചെയ്യാൻ പാടില്ല. കാരണം രണ്ടാമത്തെ മൈനയെ കാണുന്നവരെ കാത്തുക്കൂടെ. ട്രെയിന് പോവും, എയ്റോപ്ലെയിൻ പോവും, ബസ് പോവും, എന്നാലും ഒരു പോവില്ല. കാരണം ആ പോക്കിൽ എന്തോ പ്രശ്നമുണ്ട് എന്ന് അള്ളാഹു പറയാത്ത, പ്രവാചകൻ പഠിപ്പിക്കാത്ത എന്തോ ഒരു കാര്യത്തിൽ വിശ്വസിക്കണം. എന്തോ ഒരു കാര്യത്തിൽ വിശ്വസിച്ച് നടക്കുക. ഇങ്ങനെ പേടിച്ചടക്കുക. ഒരു പൂച്ച ചാടിയാൽ പേടിക്കുക, ഒരു നായ കൂടി ഓടിയാൽ പേടിക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അപ്പം പേടിച്ചു. ഒരു ഒറ്റമനിയെ കണ്ടാൽ പേടിക്കുക. ഒരു ചൂല് കണ്ടാൽ പേടിക്കുന്ന ആൾക്കാർ. ചൂല് കാണാൻ പാടില്ല. യാത്ര പോകുമ്പോൾ ചൂല് കാണാൻ പാടില്ല. വീടിൻ്റെ ഉള്ളിൽ നിന്ന് മുടി വരാൻ പാടില്ല, നഖം വെട്ടാൻ പാടില്ല. ഇങ്ങനെ എന്തൊക്കെയോ അതൊക്കെ ശകുനമാണ് എന്ന് വിചാരിക്കുന്ന കുറേ ആളുകൾ. ചൊവ്വാഴ്ച പ്രശ്നമാണ്, ബുധനാഴ്ച പ്രശ്നമാണ്, അങ്ങനെ എല്ലാ ദിവസവും പ്രശ്നമാണ് ഇത്തരം ആളുകൾക്കൊക്കെ. കന്നിമൂല പ്രശ്നമാണ്. ആ മൂലയിൽ ബാത്റൂം വരാൻ പാടില്ല, ഈ മൂലയിൽ കിച്ചൺ വരാൻ പാടില്ല, കിച്ചണ് ഇങ്ങോട്ടായിരിക്കണം, അല്ലെങ്കിൽ ബാത്റൂം അങ്ങോട്ടായിരിക്കണം. അത് പ്രകൃതിപരമായി കാറ്റ് കിട്ടുന്ന സ്ഥലത്തേക്ക് എല്ലാം തിരിച്ചു വെക്കുക. നിസ്കരിക്കുമ്പോൾ കിബിലയിലേക്ക് ആക്കി ഒരു രൂപത്തിൽ പെര പണിയാന്നല്ലാതെ അതിങ്ങനെ ഓരോന്ന് അതിനനുസരിച്ച് ഇത് ഇങ്ങോട്ട് തിരിയാൻ പാടില്ല, അങ്ങോട്ട് തിരിയാൻ പാടില്ല, ആ മതിൽ പൊളിക്കണം, ഈ മതിൽ പൊളിക്കണം, ഇങ്ങനെയൊക്കെ വിശ്വസിച്ചടക്കുന്ന കുറേ ആളുകളെ കാണാൻ സാധിക്കും. അല്ലാഹുമ്മ ലാ മാനി അലിമാ അത്തൈത് വലാ മുഅതി അലിമാ മനാത്. നൽകുന്നവൻ അള്ളയാണ്, തടയാൻ ആർക്കും സാധിക്കുകയില്ല. തടയുന്നവനും അള്ളയാണ്, നൽകാനും ആർക്കും സാധിക്കുകയില്ല. എന്തെങ്കിലും ഒന്ന് നൽകണമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ, അള്ളാഹു തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നുകൊണ്ടും തടയാനും സാധിക്കില്ല. അള്ളാഹു നൽകരുത് എന്ന് വിചാരിച്ച വല്ലതുമുണ്ടെങ്കിൽ നിങ്ങൾ എത്ര പണിയെടുത്താലും അതിനെ തടയാനും ഒരാൾക്കും സാധിക്കുകയില്ല എന്ന് വിചാരിക്കുക. അതേപോലെ തന്നെ നമ്മുടെ നാട്ടിലുള്ള മറ്റൊരു വിശ്വാസമാണ് ഭാവി പ്രവചിക്കുന്ന ആളുടെ അടുത്തേക്ക് പോകാം. കൈനോട്ടക്കാർ, അല്ലെങ്കിൽ ഏതെങ്കിലും ജോത്സ്യരടുത്തേക്ക്, ഏതെങ്കിലും പണിക്കരടുത്തേക്ക്, തങ്ങന്മാരടുത്തേക്ക്, ബീവിമാർ, ആ ബീവിൻ്റെ അടുത്തേക്ക് പോയി, ആ തങ്ങടുത്ത് പോയാൽ അയാൾ പറഞ്ഞ അച്ചട്ടാ അത് അതേപോലെ സംഭവിക്കും എന്നൊക്കെ പറയാം. എന്നിട്ട് ആ സാധുക്കൾ അവിടേക്ക് പോവാം. എന്നിട്ട് ഇയാൾ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അപ്പോൾ ഇയാൾ പറയും നിങ്ങളുടെ കുടുംബത്തിൽ എന്തൊരു പ്രശ്നം ഉണ്ടാവാനുണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ അടുത്ത് ഉണ്ടായല്ലോ, എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് വെച്ചിട്ട് പറയാം. അപ്പോൾ നമ്മൾ വിചാരിക്കും ശരിയാണല്ലോ, എന്തെങ്കിലും പ്രശ്നം ഉണ്ടല്ലോ. അപ്പോൾ അത് വിശ്വസിക്കുക ഒരാൾക്കാർ. അല്ലെങ്കിൽ ഇന്നൊരു പ്രശ്നം ഇപ്പോൾ അടുത്ത ദിവസം എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും, എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവും പറയുമ്പോൾ പിന്നെ അതെന്നെ ആലോചിച്ചുകൊണ്ടിരുന്ന എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും. അത് കഴിഞ്ഞ ആഴ്ച ഉണ്ടായിട്ടും അതിന് മുമ്പത്തെ ആഴ്ച ഉണ്ടായിട്ടുണ്ടാവും എന്തെങ്കിലും പ്രശ്നം. പക്ഷെ അതിങ്ങനെ വിചാരിച്ച് നടക്കുമ്പോൾ എന്ത് ചെയ്യും, അപ്പോൾ എന്തോ പ്രശ്നമുണ്ട് എന്ന് വിചാരിച്ച് എന്ത് ചെയ്യുക, അതിൻ്റെ പിന്നാലെ നടക്കുക. അല്ലെങ്കിൽ കൈ നോക്കുന്ന ആളത്തേക്ക് പോവുക. എന്നിട്ട് കൈ നോക്കിയിട്ട് ഇങ്ങനെ ഈ വാരം എങ്ങോട്ടാണ് പോകുന്നത്, അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെ വരാണ്ട്, അല്ലെങ്കിൽ ഇന്ന പ്രയാസങ്ങൾ ഉണ്ടാകാണ്ട്, അപ്പോൾ അത് വിശ്വസിക്കുക, അതൊക്കെ ശരിയായിരിക്കും എന്ന് വിചാരിക്കുക. അല്ലെങ്കിൽ നമുക്കൊരു പഠിപ്പുണ്ട്, ഇതൊക്കെ ശരിയാവില്ല എന്നറിയാം, ഇതൊന്നും ശരിയാവില്ല എന്ന് വിശ്വസിക്കുക. എന്നാലും വെറുതെ ഒന്ന് കൈ കാണിച്ചു കൊടുക്കുക. ഒരു കൈനോട്ടക്കാർ കണ്ടല്ലേ, ഒന്ന് കൈ കാണിച്ചു കൊടുക്കുക, രസമായിട്ട് ഓരോന്ന് പറ്റിക്കാം എന്നൊക്കെ ചെയ്യാൻ പാടില്ല. നമ്മളതിന് സപ്പോർട്ട് ചെയ്യാൻ പാടില്ല. കയ്യിൽ നിന്ന് വെറുതെ കാണിച്ചു കൊടുക്കുക, വെറുതെ വിശ്വാസം ഒന്നുമില്ല എന്നാലും വെറുതെ കാണിച്ചു കൊടുക്കുക, ഒരു രസമായിട്ട് ഇങ്ങനെ കാണിച്ചു കൊടുക്കുക. അല്ലെങ്കിൽ തത്തനെ കൊണ്ട് ചീട്ടെടുപ്പിക്കുക, ഒരു ചീട്ടെടുക്കുക, നമ്മൾ ഒന്നങ്ങനെയും കിടക്കട്ടെ ആൾക്ക്. അങ്ങനെയൊക്കെ എന്തൊക്കെയോ വിശ്വസിക്കുക, അത്തരം ആചാരങ്ങൾ ചെയ്യുന്ന കുറേ ആളുകളെ കാണാൻ സാധിക്കും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തഅ്തുൽ കുഹാൻ, നിങ്ങൾ ഇത്തരം ജ്യോത്സ്യന്മാരടുത്തേക്കോ പണിക്കരടുത്തേക്കോ നിങ്ങൾ പോകരുത് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. അപ്പോൾ സ്വഹാബത്ത് ചോദിക്കുന്ന വളരെ പ്രശസ്തമായൊരു ചോദ്യമുണ്ട്, നബിയെ, നിങ്ങൾ ആരെങ്കിലും മൻ അത്താ കാഹിനൻ ഔ അറാഫൻ ഫസദ്ദഖഹു ബിമാ യഖൂലു, ഒരാൾ ഒരു പണിക്കരടുത്തേക്ക് ജോത്സ്യൻ്റെ അടുക്കിലേക്ക് പോകുന്നു, അയാൾ പറയുന്നത് വിശ്വസിക്കുന്നെങ്കിൽ ഫഖദ് കഫറ ബിമാ ഉൻസില അലാ മുഹമ്മദിൻ, മുഹമ്മദ് നബിയുടെ മേൽ ഇറക്കപ്പെട്ടതിനെല്ലാം അയാൾ അവിശ്വസിച്ചിരിക്കുന്നു എന്ന് പറയാം. ഒരു തങ്ങളടുത്ത് പോയി തങ്ങൾ പറയുന്ന ഭാവി കാര്യങ്ങൾക്കാണ് വിശ്വസിച്ചാൽ, ഒരു ബീവിൻ്റെ അടുത്തേക്ക് പോവുക, അല്ലെങ്കിൽ ജോത്സ്യൻ്റെ അടുത്തേക്ക് പോവുക, ഇതിലൊക്കെ ഒരാൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ മുഹമ്മദ് നബി അവിടത്തേക്ക് ഇറങ്ങിയ ഖുർആനിലും പ്രവാചകൻ്റെ വഹയിലും ഒരാൾ അവിശ്വസിച്ചിരിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. അപ്പം ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഗുണവും ഉണ്ടാവുകയില്ല എന്ന് പറയുമ്പോൾ സ്വഹാബത്ത് ചോദിക്കാൻ, നബിയെ അവർ പറഞ്ഞ് ശരിയാവുണ്ടല്ലോ, അവർ പറയുമ്പോൾ ചിലത് ശരിയാവുണ്ടല്ലോ, ഒരു മാല പോയി പക്ഷെ ആ മാല അവിടെയുണ്ട് എന്ന് പറയുമ്പോൾ അത് അവിടെ തന്നെ ഉണ്ട്, ഇത്ര കറക്റ്റ് ഇങ്ങനെ പറയും അവർ, അതെങ്ങനെ പറയാൻ കഴിയണത്? ഒരു പറഞ്ഞ് ചിലത് ശരിയാവുണ്ടല്ലോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇന്ന പ്രയാസം ഉണ്ടാകും, അതെന്നെ പ്രയാസം ഉണ്ടാകുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന കാര്യങ്ങൾ, നിങ്ങളുടെ വീട്ടിൽ ഇന്ന കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ എന്ന് പറയുമ്പോൾ അത് അങ്ങനെ തന്നെ ഉണ്ട് എന്ന് പറയുമ്പോൾ ഈ ഒരു മറഞ്ഞ കാര്യം എങ്ങനെ അവരറിഞ്ഞു, ഇത്ര കൃത്യമായി പറയുന്നത് എങ്ങനെ ശരിയാകുന്നത് എന്ന് ചോദിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുകയാണ്, അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. നമുക്ക് മാത്രമേ അത് മറഞ്ഞ കാര്യമുള്ളൂ, നമ്മുടെ മാല പോയി എന്നുള്ളത് നമുക്കേ അറിയാത്തുള്ളൂ,
ശൈത്താന്മാർക്ക് അറിയാതിരിക്കണില്ല. നമ്മുടെ വീട്ടിൽ എന്തുണ്ട് എന്നുള്ളതും നമ്മൾ എന്താണ് കഴിച്ചെന്നുള്ളതും അത് ജ്യോത്സ്യർക്ക് മാത്രമേ അറിഞ്ഞ കാര്യമാവുന്നുള്ളൂ. പക്ഷെ അത് അറിയുന്ന, അത് കാണുന്ന വേറെ കുറേ ആൾക്കാരുണ്ട്, വേറെ കുറേ ജീവജാലങ്ങളുണ്ട് ഇവിടെ. പ്രവാചകന് പഠിപ്പിച്ചു കൊടുക്കൂ, തിൽക്കൽ കലിമത്തു മിനൽ ഹക്കി യഖ്തഫുഹൽ ജിന്നിയു. ജിന്നുകൾ കട്ടുകേട്ട് അവിടെ കാതുകളിൽ വന്ന് പറഞ്ഞു കൊടുക്കും. യുഖർഖിറുഹ ഫീ ഉദിനി വലിഹി ഖർഖഖത്തി ദജാജ. ഒരു കോഴി കുറുകും പോലെ ശൈത്താന്മാരെന്ത് ചെയ്യും, ഇത്തരം ആളുകളുടെ കാതിൽ വന്ന് കുറുകി കൊടുക്കും. അത് കേട്ടിട്ട് എന്ത് ചെയ്യും, അവർ കുറേ കളവ് കൂട്ടിയിട്ട് ഒരാൾ പറയും. അപ്പോൾ ചിലതൊക്കെ ശരിയാവും. അത് ശരിയാവുന്നത് അങ്ങനെയാണ്. അല്ലെങ്കിൽ യാദൃശ്ചികമായി ശരിയായിക്കാരം, എപ്പോഴും ശരിയാവില്ല. ചിലപ്പോൾ അങ്ങനെ ശരിയാവുണ്ടെങ്കിൽ എന്തേക്കാരം, ഈ പറഞ്ഞതുപോലെ ശൈത്താന്മാരുടെ സഹായത്തോടു കൂടി അവർ പറയുന്നതായിരിക്കും എന്ന് നബി സല്ലല്ലാഹു